സ്ക്രീൻ ആക്ടിംഗ് ആണെങ്കിലും സ്റ്റേജ് ആക്ടിംഗ് ആണെങ്കിലും ഡയലോഗ് തെറ്റിക്കുക എന്നുള്ളത് പലരുടെയും പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെ ഡയലോഗ് തെറ്റാതെ മെമ്മറൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഐ എം ചലഞ്ചർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ട് ഒരു സീൻ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ സീനിലെ സിറ്റുവേഷൻസ്, ഡയലോഗ്സ്, കൗണ്ടർ ഡയലോഗ്സ് ഇതെല്ലാം തന്നെ വളരെ കാമായിട്ട് മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ഡയലോഗ്സ് എടുത്തുകൊണ്ട് ആ ഡയലോഗ്സ്, അതിപ്പോൾ വളരെ മെല്ലെ പറയേണ്ട ഡയലോഗ് ആണെങ്കിലും ഉച്ചത്തിൽ പറയേണ്ട ഡയലോഗ് ആണെങ്കിലും നമ്മളത് ഉറക്കെ ഒരുപാട് ആവർത്തി വായിക്കുക. അത് വായിച്ചതിന് ശേഷം നമ്മുടെ ഡയലോഗ്സ് കൗണ്ടർ ഡയലോഗ്സുമായി ചേർത്ത് വെച്ച് പ്രിപ്പയർ ചെയ്യുക. ഇപ്പം ഒന്നുകിൽ നമ്മുടെ ഡയലോഗ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ കൗണ്ടർ ഡയലോഗ് നമുക്ക് പറയാം, അതല്ലെങ്കിൽ കൗണ്ടർ ഡയലോഗ്സ് പറയുന്ന ആക്ടർ ആരാണോ അയാളെ വിളിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രിപ്പയർ ചെയ്യാം, അതല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും വിളിച്ചുകൊണ്ട് അവരോട് ആ കൗണ്ടർ ഡയലോഗ്സ് ഒന്ന് വായിക്കാനായിട്ട് പറയാം. ആ മോഡുലേഷൻ തന്നെ വായിക്കാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നന്നായി. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡയലോഗ്സ് മറുപടിയായിട്ട് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലുള്ള എക്സ്പ്രഷൻസും ഇമോഷൻസും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കതൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് കൗണ്ടർ ഡയലോഗിൻ്റെ ക്യൂ നമുക്ക് കിട്ടും. ക്യൂ എന്ന് പറയുന്നത് ആ വ്യക്തി, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ പറയുന്ന അവസാന ഡയലോഗിനെയാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ആ അവസാന ഡയലോഗ് പറയുന്ന മൊമെൻറ്റ് തൊട്ട് ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യൂ വളരെയധികം മനസ്സിലാക്കി വെക്കുക ഓപ്പോസിറ്റ് ക്യാരക്ടറിൻ്റെ. ഇങ്ങനെ ക്യൂ മനസ്സിലാക്കി വയ്ക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റൊരു ആക്ടർ ഡയലോഗ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ചിലപ്പോൾ ഫ്രീസായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമുക്ക് മനസ്സിലാവുന്നില്ല ഏത് മൊമെൻറ്റിലാണ് നമ്മുടെ ഡയലോഗ് പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഈ ക്യൂ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത ഡയലോഗ് മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ ഡയലോഗ്, നമ്മൾ പറയേണ്ട ഡയലോഗ് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിച്ച് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് തവണ ആ വ്യക്തി നമ്മുടെ ഡയലോഗ് പറയുന്നത് നമ്മൾ കേൾക്കുന്ന വഴി നമുക്കത് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് 1 to 2, 1 to 3, 1 to 4 എന്നുള്ളൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡയലോഗ്, ഇന്നലെയാണ് ഞാൻ അയാളെ അവസാനമായി കണ്ടത്. ഇതിലൊരു 5 വേർഡ് ഉണ്ട്. ഇന്നലെയാണ് ഞാൻ അയാളെ അവസാനമായി കണ്ടത്. അപ്പോൾ ഇതിൽ ഇന്നലെയാണ് എന്ന് പറയുന്നത് വേർഡ് നമ്പർ 1, ഞാൻ എന്ന് പറയുന്നത് വേർഡ് നമ്പർ 2. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇന്നലെയാണ് ഞാൻ, ഇന്നലെയാണ് ഞാൻ, ഇന്നലെയാണ് ഞാൻ എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പഠിച്ച് അത് മനസ്സിലേക്ക് രജിസ്റ്റർ ആകുമ്പോൾ മൂന്നാമത്തെ ഡയലോഗ്, അതായത് ഇന്നലെയാണ് ഞാൻ അയാളെ, ഇന്നലെയാണ് ഞാൻ അയാളെ, അങ്ങനെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വേർഡ് അവസാനമായി, അതും റിപ്പീറ്റ് ചെയ്ത് ആദ്യം മുതൽ പറയുക, ഇന്നലെയാണ് ഞാൻ അയാളെ അവസാനമായി. അവസാനം അത് പഠിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് വേർഡും കൂടെ ചേർക്കുക, കണ്ടത്. ഇന്നലെയാണ് ഞാൻ അയാളെ അവസാനമായി കണ്ടത്. ഇതിങ്ങനെ വേർഡ് ബൈ വേർഡ് 1 to 2, 1 to 3, 1 to 4 അങ്ങനെ പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് പതിയും. ഡയലോഗ് വളരെ എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് റൈറ്റ് ഇറ്റ് ഡൗൺ, എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു ചെറിയ നോട്ട്ബുക്കും പെന്നും നമ്മുടെ കൂടെ കരുതുക. എന്താണോ ഡയലോഗ്, ആ സീനിൽ എഴുതിയിരിക്കുന്ന ഡയലോഗ് എന്താണോ നമ്മളത് വളരെ മെല്ലെ നമ്മുടെ ആ ഒരു ബുക്കിലേക്ക് എഴുതുക. വളരെ സമയം എടുത്തുകൊണ്ട് വളരെ സ്ലോവിലി നമ്മളത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എഴുതുക. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്കത് വളരെ ഈസി ആയിട്ട് പിന്നീട് അത് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത മെത്തേഡാണ് ഫോളോ ദി ഫസ്റ്റ് ലെറ്റർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് തന്നെ, ഇന്നലെയാണ് ഞാൻ അയാളെ അവസാനമായി കണ്ടത്. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിലെ ഓരോ വേർഡിനും ഫസ്റ്റ് ലെറ്റർ, ഇന്നലെ ഈ എന്ന് മാത്രം നമ്മൾ മാറ്റി എഴുതുക, ഞാ എന്ന് മാത്രം നമ്മൾ മാറ്റി എഴുതുക, അയാളെ ആ എന്ന് മാത്രം മാറ്റി എഴുതുക, അവസാനമായി അപ്പോൾ 2 ആ വരുന്ന സമയത്ത് ആ വ എന്നും കൂടെ ഒരുമിച്ച് എഴുതുക, കണ്ടത് ക. ഇപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ എഴുതിയിട്ട് നമ്മൾ ആദ്യം ഒരു 4-5 തവണ നമ്മൾ ആ ഫുൾ സെൻറ്റൻസ് വായിച്ചതിന് ശേഷം നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടത് ഈ കീ ലെറ്റേഴ്സാണ്. ഈ കീ ലെറ്റേഴ്സ് നമുക്ക് വെറുതെ എഴുതി കൈ പിടിച്ചാൽ തന്നെയോ അല്ലെങ്കിൽ നമ്മൾ അത് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്താൽ തന്നെയോ നമുക്ക് ആ ലെറ്റർ കാണുന്നതോടുകൂടി നമുക്ക് ആ വേർഡ് ഓർമ്മ വരികയും ആ വേർഡ് സെൻറ്റൻസായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്സ് എല്ലാം തന്നെ നമ്മൾ വളരെ കാമായിട്ടുള്ള, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് വേണം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ഫിലിം സെറ്റിൽ അത്രമാത്രം പോസിബിൾ ആയിക്കോളുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇത്തരം ഒരു സ്പേസ്, കുറച്ച് മാറി നിന്ന് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്തൊരു സ്പേസ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അവിടെ വെച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഡയലോഗ്സ് ബൈ ഹാർട്ട് ആക്കാനും സാധിക്കും. ഇനി അടുത്തത് വളരെയധികം ആൾക്കാർ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് നിങ്ങളുടെ ഡയലോഗ്സ് എന്താണോ ആ ഡയലോഗ് നിങ്ങൾ അതേ മോഡുലേഷനിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യേണ്ടത് അതേപോലെ നിങ്ങളുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക. ഈ റെക്കോർഡ് ചെയ്ത ശേഷം ഒരു ഹെഡ്സെറ്റ് വെച്ച് നിങ്ങളത് ഒരുപാട് ആവർത്തി കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കേട്ട് നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ അതിൻ്റെ ഒപ്പം പറയാനായിട്ട് ശ്രമിക്കുക.
ഇങ്ങനെ ഒരു മെത്തേഡിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഡയലോഗ് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ഒരിക്കൽ പോലും ഇത് ഭയങ്കര ഓവറായിട്ട് പ്രിപ്പയർ ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്കൊരു ഡയലോഗ് തന്നു, ആ ഡയലോഗ് അരമണിക്കൂർ നേരം നിങ്ങളത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഷോർട്ടിൻ്റെ സമയമാകുമ്പോഴേക്കും ഒരുപാട് ടെൻഷനെല്ലാം കയറി നിങ്ങൾക്കത് ഡയലോഗ് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അരമണിക്കൂർ പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് ഒന്ന് വായിക്കുക. പിന്നെ അടുത്ത 5 മിനിറ്റ് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് എൻഗേജ് ആവുക, ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. അടുത്ത 5 മിനിറ്റ് വീണ്ടും വായിക്കുക. അങ്ങനെ ഒരു ചെറിയൊരു ഇൻ്റർവെൽ കൊടുത്തതിന് ശേഷം അങ്ങനെ വായിക്കുമ്പോൾ അത് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡയലോഗ്സ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടം വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മോഡുലേഷനെ കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയാണ് ആ ഡയലോഗിൻ്റെ മോഡുലേഷൻ എന്നും അതെങ്ങനെയാണ് ഇൻ്റർവെല്ലിട്ട് പറയേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ അതിനനുസരിച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഇംപ്രവൈസേഷൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ മനോഹരമായിട്ട് അതൊരു നാടകീയത ഇല്ലാതെ ഡയലോഗ് പഠിച്ച് പറയുന്ന പോലെ അല്ലാതെ വളരെ കാഷ്വലായിട്ട് പറയുന്ന പോലെ വളരെ നോർമലായിട്ട് പറയുന്ന പോലെയുള്ള ഒരു ഫോർമാറ്റിലേക്ക് ഈ ഏറ്റവും അവസാനം അതിനെ ആക്കി തീർക്കുക. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങളാണ് ഒരു ഡയലോഗ് എങ്ങനെ ബൈ ഹാർട്ട് ചെയ്യണം, എങ്ങനെ അത് തെറ്റാതെ പറയാം, എങ്ങനെ അത് മെമ്മറൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഒരു കോട്ടുണ്ട്, മെമ്മറൈസ് ദ ലൈഫ് നോട്ട് ദി ലൈൻസ്. അതായത് ഒരു സിറ്റുവേഷനിലെ ഡയലോഗ് മാത്രം പഠിച്ചുകൊണ്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ യാന്ത്രികമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ട് മാറും. അതിനപ്പുറത്തേക്ക് ആ സിറ്റുവേഷനും ആ ഇമോഷനും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഡയലോഗ്സ് അതിലെ ലൈഫ് എന്താണ്, ആ ക്യാരക്ടർ ജേണി എന്താണെന്നൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സീനിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു ക്യാരക്ടറിന് ഒരു ജീവൻ ഉണ്ടാവും. ഈ ഡയലോഗ്സ് എല്ലാം അതിന് സപ്പോർട്ടായിട്ട് വരുന്നതാണ്, ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ലൈഫിന് സപ്പോർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കുക, ക്യാരക്ടറിൻ്റെ ലൈഫ്, ആ സിറ്റുവേഷൻ്റെ ലൈഫ്, അതെല്ലാം മനസ്സിലാക്കുക. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഡയലോഗ് കാണാപ്പാടം പഠിക്കുക എന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ ഇന്നായിട്ട് അതിലേക്ക് ആ ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പെർഫോം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. ബൈ.